മലപ്പുറം എടക്കരയിൽ ഇന്നലെ ക്രൂരമർദ്ദനമേറ്റ ഭിന്നശേഷിക്കാരനെതിരെ പോക്സോ കേസ്. ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ റോഡരികിലെ വീട്ടിലേക്ക് കയറിച്ചെന്ന എടക്കര സ്വദേശി ജിബിൻ പെൺകുട്ടിയെ കയറിപ്പിടിച്ചു എന്നാണ് പരാതി. ജിബിനെ മർദ്ദിച്ച വീട്ടുകാർക്കെതിരെയും പോലീസ് കേസെടുത്തു. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണോ, ഈ കേസിൽ 2 പേർക്കെതിരെയുമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതായത് ജിബിനെതിരെയും അതുപോലെ തന്നെ ജിബിനെ ആക്രമിച്ച കുടുംബത്തിനെതിരെയുമാണ് കേസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ആത്യന്തികമായിട്ട് ഈ ജിബിനെതിരെ എടുത്ത പോക്സോ കേസ് നിലനിൽക്കുമോ എന്നൊരു ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം ജിബിൻ ഈ വീട്ടിൽ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ പോയ സമയത്ത് ജിബിൻ ഈ വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നെന്നും ആ കുട്ടിയെ കയറി പിടിച്ചു എന്നുമാണ് നിലവിൽ ആ കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ അപ്പോഴും നമുക്കറിയാം, അതായത് ജിബിനെ സംബന്ധിച്ചിടത്തോളം ജിബിൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവാണ്. അതുകൊണ്ട് തന്നെ ജിബിനെതിരെ ഇത്തരത്തിലൊരു പോക്സോ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് കോടതിയിൽ എത്തുമ്പോൾ നിലനിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇക്കാര്യം നമ്മൾ പോലീസിനോട് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പോലീസ് പറയുന്നത് 2 കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിട്ടുള്ളത്. ബാക്കി നടപടികൾ കോടതിയിൽ എത്തുമ്പോഴാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് കോടതി തീരുമാനിക്കട്ടെ എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജിബിനെ ആക്രമിച്ച കുടുംബത്തിനെതിരെയുള്ള കേസ് അതൊരു പക്ഷേ നിലനിൽക്കും. കാരണം ജിബിൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവാണ്. അത് അറിഞ്ഞിട്ടും ഈ യുവാവ് ലഹരി ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുള്ള ആളാണ് എന്ന സംശയത്തിലാണ് ഈ ജിബിനെ ഇവിടെയുള്ള ആളുകൾ ആക്രമിക്കുന്നത്. സാരമായിട്ട് പരിക്കേറ്റ ജിബിൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ജിബിന്റെ പിതാവ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത്, അതായത് ജിബിന്റെ കുടുംബം പരാതി നൽകിയതിന് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ അതായത് കേസിന് മറുകേസ് എന്നൊരു തന്ത്രമാണ് ആ കുടുംബം ഈ വിഷയത്തിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ജിബിനെതിരെ എടുത്തിട്ടുള്ള കേസ് അത് നിലനിൽക്കുമോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും നിലവിൽ ജിബിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരവും അതായത് ജിബിനെ ആക്രമിച്ച കുടുംബത്തിനെതിരെയും ഈ ജിബിനെ സംഘം തെരഞ്ഞ് ആക്രമിക്കൽ എന്നതടക്കമുള്ള വകുപ്പ് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. വേണോ? ശരി, ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.